ടീച്ചർ നമസ്കാരം. നമ്മൾ ആദ്യം കണ്ടിട്ട് ഇപ്പൊ 2 ആഴ്ച കഴിയുന്നു. അതിനിടയ്ക്ക് 2 കാര്യം സംഭവിച്ചു. താപനില 2 ഡിഗ്രി സെൽഷ്യസ് കൂടി മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിൽ വന്നു. എന്തൊക്കെ മാറ്റമാണ് ടീച്ചറിന് ഫീൽ ചെയ്യുന്നത്? താപനില കൂടിയത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഷാഫി പറമ്പിൽ വന്നത് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ശരി, ഷാഫി വന്നത് ഫീൽ ചെയ്യുന്നില്ല. ഇല്ല, താപനില കൂടിയത് കൂടുന്നു. ചെറിയ ജലദോഷം ഇല്ല. അത് ഈ പൊടിയെല്ലാം തട്ടിയിട്ടുള്ള ത്രോട്ട് ചെറുതായിട്ട് ശബ്ദം ചെറുപ്പം. ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ഏറ്റവും കടുപ്പമേറിയ പ്രചരണമാണോ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ചൂട് കാരണം കൊണ്ട്? ചൂട് കൊണ്ട് കടുപ്പമുള്ളതാണ്. രാഷ്ട്രീയം കൊണ്ടോ? രാഷ്ട്രീയം കൊണ്ട് കടുപ്പമുള്ളതല്ല. അല്ല. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പ്രചരണമല്ല ഇത്. അല്ല, ജനങ്ങൾ വളരെ അനുകൂലമാണ്. നമുക്ക് അവിടെ ഇരുന്നാലോ? ഇരിക്കാം. പിന്നെ വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. പക്ഷേ കാലാവസ്ഥ സാധാരണ എപ്പോഴും ഈ മാർച്ച് ഏപ്രിൽ മാസത്തിലാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം വരിക. അതിന്റെ ഒരു പ്രയാസമുണ്ട്. പിന്നെ അത് എപ്പോഴും ഉള്ളതാണ്. പക്ഷെ ഇത്തവണ ചൂട് വളരെ കൂടുതലാണ്. അത് വേനൽ മഴ ചൂടുണ്ട് ചില സമയത്ത്. നമ്മള് എല്ലാവരും പ്രചരണത്തിന് ഇറങ്ങുന്നുണ്ട്. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ 2 ദിവസം കൂടി കഴിയുമ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് കൂടും എന്നാണ് ഇപ്പൊ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അപ്പം കൂടുതൽ വെള്ളമൊക്കെ കുടിക്കണം ടീച്ചർ. എന്തായാലും രാഷ്ട്രീയമായി വെള്ളം കുടിക്കാനുള്ള സാധ്യത കുറവാണ്. തീരെയില്ല. അപ്പൊ കിട്ടുന്നൊരു പൾസ് അനുസരിച്ച് എങ്ങനെയാ പല വിഷയങ്ങൾ മാറി വരുന്നു മണ്ഡലത്തിൽ. അപ്പോ ഞങ്ങളിപ്പോ ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോ വരുമ്പോൾ ഒരു വാർത്ത, ഇന്നിപ്പോ വൈകുന്നേരം UDF-ന്റെ ഒരു വലിയ പ്രചരണം അവരെല്ലാ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് അക്രമ രാഷ്ട്രീയത്തിനെതിരെ അക്രമ രാഷ്ട്രീയമാണ് UDF മണ്ഡലത്തിൽ ചർച്ച ചെയ്തത്. ഞാൻ ഇന്നലെ ചർച്ചയിൽ ചോദിച്ചു, ഒരു ലോക്സഭയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ ഒരു സ്ഥലത്ത് ബോംബ് പൊട്ടിയത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിന് അവർ പറഞ്ഞത് അക്രമ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഈ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നാട്ടിലെ ജനങ്ങൾക്കറിയാലോ. ഇപ്പം അങ്ങനെയുള്ള യാതൊരു അക്രമ രാഷ്ട്രീയവും നമ്മുടെ ഇടയിലില്ല, മണ്ഡലത്തിലില്ല, ഒന്നുമില്ല. പരസ്പരം അങ്ങനെ ആക്രമിക്കുന്ന ഒരു രീതി ഇല്ല എന്ന് തന്നെ പറയാം. തീരെ ഒറ്റ ഒരു സംഭവം വീണ് കിട്ടിയപ്പോൾ അത് തന്നെ ഇടയ്ക്കിടെ പലയിടത്തും ബോംബ് നിർമ്മാണത്തിനിടയിലും പടക്ക നിർമ്മാണത്തിനിടയിലും ഒക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. ആ മരിച്ച കുട്ടിയുടെ അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ മകന് പാർട്ടിയൊന്നായിട്ട് യാതൊരു ബന്ധവുമില്ല, നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് അവൻ ശരിയായില്ല, നേരെയായില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് പോലും അത് പാർട്ടിയുടെ വേറൊരു പ്രശ്നം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കുടുംബം അത് നിഷേധിച്ചിട്ടും പിന്നീടും അത് പ്രചരണ വിഷയമാക്കി മാറ്റുന്നത് മറ്റു വിഷയങ്ങൾ പ്രചരണത്തിനില്ലാത്തത് ഒന്നുമില്ല. ഒന്നുകിൽ നമ്മുടെ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് അരയക്ഷരം മിണ്ടുക. പറയുന്നില്ലല്ലോ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ. അത് പറയണ്ടേ പാർലമെന്റിൽ ഉന്നയിക്കേണ്ടുന്ന വിഷയങ്ങൾ. ഞങ്ങൾ പറയുന്നത് ആ വിഷയങ്ങളാണ്. ഇപ്പോൾ മലയോര മേഖലയിലെ കർഷകരുടെ വന്യജീവി ശല്യം ഇതൊക്കെയുണ്ട്. അതൊന്നും ഒരു സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതല്ല. കേന്ദ്ര ഗവൺമെന്റ് നിയമത്തിനകത്ത് ഭേദഗതി വരുത്തണം, പിന്നെ പാക്കേജ് ഉണ്ടാക്കണം, പണം തരണം. ഞാനേ ജയിച്ച് MP ആയാൽ ആദ്യം പാർലമെന്റിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് കർഷകരുടെ ഈ ജീവിത പ്രയാസങ്ങൾ തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധിക്കണമെന്ന്. അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് റെയിൽവേ വികസനമൊക്കെ. പക്ഷേ ടീച്ചർ എത്ര ശ്രമിച്ചാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാത്ത പക്ഷം CPM-ൽ നിന്നുള്ളൊരു MP ആയി പോയി മിനിസ്റ്റർ എങ്ങനെയാണ് വന്യജീവികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1972-ലെ നിയമം റദ്ദാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലൊന്നും അത് സാധ്യമാവില്ലല്ലോ. ഒരു വലിയ ഭൂരിപക്ഷമാണ് മറുഭാഗത്ത് കിട്ടുന്നത്. അതെ, വലിയ ഭൂരിപക്ഷം ഇത്തവണ BJP കിട്ടില്ല. ഇന്ത്യ മുന്നണിയുടെ സാധ്യത തള്ളിക്കളയണ്ട. കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറേയേറെ മാറ്റങ്ങളുണ്ട്. തമിഴ്നാട് നല്ലൊരു ശതമാനം സീറ്റ് DMK, അവിടെ ഞങ്ങൾക്കും 1-2 സീറ്റ് ലഭ്യമാകാൻ ഇടയുണ്ട് CPM-ന്. കേരളത്തിൽ നിന്ന് 20 സീറ്റിലും ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം എന്നാണ് ഞങ്ങൾ പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണി രൂപം കൊള്ളുമ്പോൾ അതിനകത്ത് നിശ്ചയദാർഢ്യത്തോടെ അഭിപ്രായം പറയാൻ കഴിയുക ഇടതുപക്ഷ ആശയഗതിക്കാർക്കാണ്. അപ്പോൾ അതിൻ്റെ ശക്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ പ്രയാണത്തെ തന്നെ ഗുണപരമായി സ്വാധീനിക്കുന്ന ഒന്നായിരിക്കും. കോൺഗ്രസിന് ഭരിക്കാനുള്ള സീറ്റ് എവിടെ നിന്നും കിട്ടാൻ ഇടയില്ല. ഇപ്പൊ ഇന്നത്തെ ഇതിലും പത്രത്തിലും ചിലർ കണ്ടു ഒറ്റ പാർട്ടി ഏറ്റവും വലിയത് കോൺഗ്രസ് ആവും. ഒരു സാധ്യതയുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റ് ഇലക്ഷനിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ രാഷ്ട്രപതി ഗവൺമെന്റ് രൂപീകരിക്കാൻ കോൺഗ്രസിനെ ക്ഷണിക്കേണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ അന്നേ പറഞ്ഞിരുന്നു. കാരണം കോൺഗ്രസിനോടുള്ള ശത്രുത കൊണ്ടല്ല, യാഥാർത്ഥ്യം അതാണ്. കോൺഗ്രസ് തകർന്നു പോയിരിക്കുന്നു. ഇപ്പൊ ഏത് സംസ്ഥാനത്തിലാണ് കോൺഗ്രസിന് പ്രതീക്ഷയുള്ളത്? ഉള്ള പ്രതീക്ഷകളെല്ലാം മങ്ങി വരികയാണ്. അതുകൊണ്ട് കോൺഗ്രസിന് അങ്ങനെ സീറ്റ് കിട്ടില്ല. എന്നാൽ തീരെ കിട്ടില്ല എന്ന് പറയുന്നില്ല, കുറച്ച് സീറ്റ് ഉണ്ടാവും. കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ മുന്നണി ഉള്ളൂ, ഈ CPM ഉണ്ടെങ്കിലേ ഇന്ത്യ മുന്നണി ഉള്ളൂ എന്ന് പറയുന്നത് പോലെ CPM-ഉം കോൺഗ്രസ് ഉണ്ടാവാം. CPM അതിനകത്ത് പ്രധാന ഘടക. കാരണം
കോൺഗ്രസിൻ്റെതോ BJP-യുടേതോ അല്ലാത്ത ജനകീയമായിട്ടുള്ള ഒരു ബദൽ നയം. കേരളം തന്നെ എക്സാമ്പിളാണ്. ഇത്രയധികം മനുഷ്യ വികസനം നേടിയിട്ടുള്ള കേരള എക്സാമ്പിളാണ്. ആ കേരളത്തെ നയിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഒരു മാതൃകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ, അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ച് UDF ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണ്ഡലത്തിൽ മറ്റു വിഷയങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായും വിഷയദാരിദ്ര്യമാണ്, ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഡോക്ടറെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങളും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും അവർക്ക് വേണ്ട, ചർച്ച ചെയ്യുന്നില്ല. അവർ തുടക്കത്തിൽ തന്നെ ഏതൊക്കെയോ അക്രമങ്ങളുടെ കാര്യവും പറഞ്ഞിട്ടാണ്. ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് അറിയില്ലേ ഇപ്പൊ അങ്ങനെയുള്ള യാതൊരു അക്രമ രാഷ്ട്രീയം ഇവിടെ ഇല്ല എന്നുള്ളത്. ഒന്നും കിട്ടാഞ്ഞിട്ടാണ് ഇപ്പൊ ഈ ബോംബ് സ്ഫോടനത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ആ ബോംബ് സ്ഫോടനം യഥാർത്ഥത്തിൽ നിർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചിലർക്കെങ്കിലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത്. ഒരാശയക്കുഴപ്പം അതിലില്ല. സംഭവം നിർഭാഗ്യകരം മാത്രമല്ല, അതൊരു തരം ക്രിമിനൽ പ്രവർത്തനമാണ്. പാനൂരിൽ സംഭവിച്ചത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതെ, അതിന് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. കേട്ടില്ലേ, ഞങ്ങൾക്ക് ആർക്കും ഒരു ബന്ധവുമില്ല. ആരുടെ 2-3 ചെറുപ്പക്കാര് എന്താ ചെയ്തത് അന്വേഷണത്തിൽ കണ്ടെത്തണത്രേ. പൊട്ടിത്തെറിച്ചു എന്നേ നമുക്ക് മനസ്സിലാവുന്നു. പാനൂരിലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായി പോലീസ് പിടികൂടി നിയമത്തിന് മുന്നിൽ എത്തിക്കണം എന്നാണ് ടീച്ചർ പറയുന്നത്. എത്തും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ. സ്വന്തം മകൻ മരിച്ച പിതാവിന്റെ വേദന നമുക്കറിയാലോ. എന്നിട്ട് പോലും അദ്ദേഹം വളരെ സത്യസന്ധത അത്രയധികം ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകന് പാർട്ടിയായിട്ടൊരു ബന്ധവുമില്ല, ഞാൻ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ട് അവൻ നേരാൻ വഴിക്ക് വന്നില്ല. MV ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി, ഈ ചെറുപ്പക്കാരെ നിയന്ത്രിക്കാൻ പാർട്ടി നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. പാർട്ടി പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഇവരെ പൂർണ്ണമായി അകറ്റി നിർത്തണമെന്ന് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. അത്തരം ആളുകൾ ചെയ്തിട്ടുള്ള ഒരു ജോലി, അത് ഒരു പ്രവർത്തനം, അത് പാർട്ടിയുടെ തലയിൽ കെട്ടിവെക്കുന്നതും ഇലക്ഷൻ അതെന്തോ മഹാസംഭവമായിട്ട് എനിക്കെതിരെ വരും എന്ന് വ്യാമോഹിക്കുന്നതും അവര് എന്താ പറയേണ്ടത് അവരുടെ സംഭവം. അപ്പോൾ വളരെ ക്ലിയർ ആണ്, പാനൂരിൽ സംഭവിച്ചൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും എന്നതാണ് ശൈലജ ടീച്ചർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. ശരി.